ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നല്ല എളുപ്പത്തിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല മത്തങ്ങ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടെങ്കിൽ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മത്തങ്ങ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം തൊലിയെല്ലാം കളഞ്ഞൊന്ന് എടുക്കാം. മത്തങ്ങ എല്ലാം കഴുകി ഞാൻ ചട്ടിക്കകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടിക്കകത്തുള്ള തീയൊന്നും കത്തിച്ചിട്ടില്ല. അതിലേക്കൊരു 8 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് പുളി വേണ്ടവർക്ക് പുളി ചേർക്കാം, ഇല്ലെങ്കിൽ പുളി ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. സ്വല്പം വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിതിലേക്ക് ഒഴിക്കും. ഇത് ഇത്രയും ഉണ്ടോ, സ്വല്പം പുളിയും ചേർക്കുമ്പോൾ നല്ല ആ മത്തങ്ങയുടെ മധുരവും എല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം 1 കപ്പ് വെള്ളം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് മത്തങ്ങ വെന്ത് പോകണ്ട. അപ്പം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേഗട്ടെ. മത്തങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം കേട്ടോ. 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂണ് ജീരകം, അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. 1/2 കപ്പ് വെള്ളം അരച്ചുകൊണ്ട് മത്തങ്ങ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെന്ത് വരുമ്പോൾ സ്വല്പം കരിയാപ്പിലാണ്. അപ്പം നല്ലൊരു ഇതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ വേകുന്നതിന് മുമ്പ് ഇടുന്നതിലും ടേസ്റ്റ് ഇങ്ങനെ വെന്ത് വരുന്ന സമയം ഇടുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങ ഉണ്ടോ വെന്തിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. അപ്പം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതുപോലെ മൊത്തം ഉടച്ചു കൊടുക്കല്ലേ, കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ ഉടച്ചു കൊടുക്കാവേ. കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് തീരെ കുറച്ച് വെച്ചിട്ട് ഒഴിക്കും. നമ്മളിപ്പം മഞ്ഞൾപ്പൊടി ഒന്നും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞ നിറമൊക്കെ വരും ഇതിന് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി കറി നല്ലോണം തിളച്ച് പൊങ്ങുമൊന്നും വേണ്ട കേട്ടോ. തിളച്ച് മറിയല്ലേ, ഒന്ന് തിളച്ച് വരുന്ന പരുവാകുമ്പം തീ ഓഫ് ചെയ്യണം. ഈ സമയം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് കൂടി ഇടാവേ. നമുക്ക് ഒന്ന് തിളച്ച് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങുന്ന പോലെ നമുക്കറിയാമല്ലോ. നമ്മൾ സാധാരണ ചാറ് കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ അരയ്ക്കുന്ന കറി ഒത്തിരി വെട്ടി തിളപ്പിക്കല്ലേ കേട്ടോ. നമ്മുടെ കറി ഇങ്ങനെ തിളച്ചതുണ്ടോ, ഒരുമാതിരി ഇങ്ങനെ തിള പോലെ വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് താളിച്ച് ഒഴിക്കും. പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം. ചിക്കൻ കടുക് കൂട്ടുമ്പോൾ ഇതുപോലെ ഒരു ഞുള്ളു തേങ്ങ, നമ്മൾ മത്തങ്ങ എരിശ്ശേരിക്ക് തേങ്ങ ഒക്കെ ഏറെ വറുത്തിടും. ഇതുപോലെ ഒരു ഞുള്ളു തേങ്ങ ഇട്ടാൽ മതി കേട്ടോ ഈ കറിക്ക്. 2 മുളക്, കുറച്ച് കരിയാപ്പില, ഇത്രയാണ് മൂത്ത് വരട്ടെ. മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കും. മൂത്ത് വരുമ്പം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവേ. ഇത് കറിയിലേക്ക് ഒഴിക്കും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റായി. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാം ഈ കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.